ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ്. അപ്പോൾ ഇന്ന് അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിന് പോകട്ടെ ഞാൻ മാത്രമേ പോകണുള്ളൂ. കുട്ടികളെ ഇമ്മാനൊന്നും കൊണ്ടുപോകണില്ല. അപ്പോൾ അവരൊക്കെ വീട്ടിലാക്കിയിട്ട് ഞാൻ മാത്രമേ പോകണുള്ളൂ. അപ്പോൾ പോയിട്ട് ഒരു അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുഞ്ഞൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാകുന്നതിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളെ ഉമ്മാനൊക്കെ വീട്ടിലാക്കിയിട്ട് ഞാൻ മാത്രമേ പോണത്. അപ്പോൾ മോന് സ്കൂളിലോട്ട് പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ വീട്ടിലാക്കിയിട്ട് മോളെയും വീട്ടിലാക്കിയിട്ടാണ് പോണത്. അപ്പോൾ ബസ്സിലാണ് കേട്ടോ ഞാൻ പോണത്. അപ്പോൾ ഞാൻ പോകാൻ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ബസ് സ്റ്റോപ്പിൽ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ബസ്സൊക്കെ കിട്ടിയിട്ട് നേരെ ഒറ്റപ്പാലത്തോട്ടാണ് പോണത്. അപ്പോൾ ഞാൻ ഒറ്റപ്പാലത്ത് ഇറങ്ങിയിട്ട് നേരെ റോയിലോട്ടാട്ടോ പോണത്. കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. മോൾക്ക് കുറച്ച് കോട്ടൺ ഉടുപ്പുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഡെയിലി വെയറിന് പറ്റിയിട്ടുള്ള 2 ജോഡി ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അതുപോലെ മോനും അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ അവർക്കുള്ള ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടോ. ആദ്യം മോൾക്കാണ് നോക്കുന്നത്. മോൾക്ക് ഈ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഈ കുത്തി തിറക്കുന്ന ഉടുപ്പുകളൊന്നും അല്ലാതെ ഒരു കോട്ടനായിട്ട് കുറച്ച് വർക്കൊക്കെ ഉള്ള ടൈപ്പിലുള്ള ഡ്രസ്സുകളാണ് നോക്കുന്നത്. അപ്പോൾ അവർ കുറേ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ, അവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്ന കളറും അവളുടെ സൈസിനും പറ്റിയൊക്കെ നോക്കിയിട്ട് എടുക്കുകയാണ്. മെയിനായിട്ട് എനിക്ക് അവരില്ലാണ്ട് വന്നുള്ള പ്രശ്നം സൈസ് കറക്റ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഊഹാബോധത്തിനാണ് ഡ്രസ്സൊക്കെ നോക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ അവരെ കൊണ്ട് ഈ മഴയത്ത് വരല് നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് വന്നത്. അങ്ങനെ 2 ഫ്രോക്കൊക്കെ നോക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഡെയിലി വെയറിന് പറ്റിയത് മോനും മോൾക്കും ഓരോ ജോഡി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാണ് നോക്കുന്നത്. അതും നമ്മൾ ഈ വലിപ്പം നോക്കിയിട്ട് നമുക്കൊരു തോന്നലുണ്ടാവില്ല ഇത് കറക്റ്റ് ആയിരിക്കും. അങ്ങനെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ അതൊക്കെ ബില്ല് ചെയ്തിട്ട് പിന്നെ നേരെ റോയൽ ഹൈപ്പർ മാർക്കറ്റിലോട്ടാട്ടോ പോയത്. അപ്പോൾ വീട്ടിലോട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ മാസം ഫസ്റ്റിലേക്ക് അത്യാവശ്യം വീട്ടിലോട്ട് വേണ്ട സാധനങ്ങൾ മേടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മേടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അങ്ങനെ റോയലിൽ നിന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ ബില്ല് ചെയ്തിട്ട്, അപ്പോൾ അതൊക്കെ ബില്ല് ചെയ്തിട്ട് നേരെ ഞാൻ റോയൽ ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ മേലെ റോയൽ വെഡ്ഡിങ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി മോൾക്കൊരു ജീൻസ് പാൻറ്റും ഒരു ടീഷർട്ടും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഊഹാബോധത്തിന് തന്നെ ഒരു അളവിൽ ഒരു പാൻറ്റും അതുപോലെ ഒരു ടീഷർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ടീഷർട്ടൊക്കെ ഞാൻ ആൺകുട്ടികളുടെ സെക്ഷനിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ഫ്രീ സൈസ് ടൈപ്പാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ നോക്കുന്നത് പാൻറ്റാണ്. അവിടെ കുറേ ട്രൗസറുകളുണ്ട് കേട്ടോ, ഷോർട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോക്കി. എന്നിട്ട് എനിക്ക് പറ്റിയൊരു പാൻറ്റ് ഞാനിപ്പോൾ എടുത്തതാട്ടോ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് അവളുടെ അളവ് കറക്റ്റാണെന്നൊരു ഡൗട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അതെടുത്തിട്ട് പിന്നെ നേരെ ടീഷർട്ട് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. ഒരു ഫ്രീ സൈസ് ടീഷർട്ട് നോക്കി. ഈ ടൈപ്പ് തന്നെ കേട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നതാണ് അവൾക്ക് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും മാച്ചിങ് ആണ്, പക്ഷേ സൈസിന് കാര്യത്താണ് ഡൗട്ടുള്ളത്. അപ്പോൾ അതുപോലെ വേറൊരു സെറ്റും കൂടി നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ എടുത്തിട്ട് നേരെ പോയിട്ട് ബില്ല് ചെയ്തു. അങ്ങനെ ബില്ല് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് നേരെ ഒരു ഓട്ടോ വിളിച്ചിട്ട് പോയി ടൗണിലോട്ട്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ടൗണിലോട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് പോയിട്ട് ടൗണിൽ നിന്ന് ബസ്സൊക്കെ കയറിയിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോൾ മോള് ഉറക്കിയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. മോൾ എഴുന്നേറ്റിട്ട് അനിയത്തിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നെ കണ്ടപ്പോൾ മുട്ടായി ചോദിച്ചിട്ട് വന്നപ്പോൾ മുട്ടായി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കിട്ടോ. അപ്പോഴാണ് പണി കിട്ടിയത്. ഞാൻ വിചാരിച്ച പോലെ ചില ഡ്രസ്സൊന്നും അവർക്ക് സൈസ് കുറച്ച് ടൈറ്റായിരുന്നു. ടൈറ്റ് പറഞ്ഞാൽ ഇറക്കം കുറവുണ്ടായിരുന്നു. എന്നിട്ട് അത് പിന്നെ പിറ്റേ ദിവസം മാറ്റാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസം മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മോൾക്കും ഓരോ ഡ്രസ്സ് കുറച്ച് ഇറക്കം കുറവ് ടൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി പോകുക കേട്ടോ. അവരില്ലാണ്ട് പോയാൽ എനിക്ക് ശരിക്കും പണി കിട്ടി. അതുകൊണ്ട് ഇനിയിപ്പോൾ മാറ്റാൻ വേണ്ടി വീണ്ടും പോകണം. അതും നല്ല മഴ കേട്ടോ, അതുകൊണ്ട് പോകാൻ ഭയങ്കര മടിയുണ്ട്. എന്നാലും വേണ്ടില്ല. അപ്പോൾ നമ്മൾ മേടിച്ചത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ 3 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് പിറ്റേ ദിവസം അവിടെ നിന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് മാറ്റാൻ വേണ്ടി പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. മോനെ അതുപോലെ സ്കൂളിലോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്.
അപ്പോൾ സാധനമൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ബസ് കയറാൻ വേണ്ടി പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ കേസ് വീണ്ടും ഞാൻ ഒറ്റപ്പാലത്ത് എത്തിയിട്ടുണ്ട്. എന്നിട്ട് നേരെ ഷോപ്പിലോട്ട് പോയി. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സൈസിൻ്റെ കുറച്ചുകൂടി വലിയ സൈസ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ കളറാണ് നോക്കണത്. രണ്ടാൾക്കും സെയിം കളർ നോക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഡെയിലി വെയർ എടുക്കാറുള്ളത്. അപ്പോൾ അത് നോക്കുകയാണ്. സൈസും കറക്റ്റ് ആവണം, കളറും കറക്റ്റ് കിട്ടണം. അപ്പോൾ അത് അവർ തിരഞ്ഞെടുത്തിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ എന്തിനാ പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന്. വേറെ ഒന്നുമില്ല, അവരിടുന്ന ഡ്രസ്സുകളൊക്കെ ഒന്ന് ടൈറ്റ് ആവാൻ അതുപോലെ ഇറക്കം കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അവർക്ക് ഒരു 2 ജോഡി ഡ്രസ്സൊക്കെ എടുക്കുന്നത്. മക്കളൊക്കെ ദിവസം കൂടുതലും വലുതാകല്ലേ, അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഡ്രസ്സ് എപ്പോഴും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ലൂസ് വരുന്ന ടൈപ്പിൽ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ കുറച്ചും കൂടി അധികം ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ 2 പേർക്കും ഡെയിലി വെയറിന് നമ്മൾ നോക്കിയത് എടുത്തിട്ട് കിട്ടിയിട്ടോ. ഇനിയിപ്പോൾ മോൾക്ക് 2 ഉടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിൽ ഒന്ന് ഇതുപോലെ ചെറിയ ഇറക്കം കുറവുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കുക കേട്ടോ, മാറ്റി കിട്ടുമെന്ന്, അല്ലെങ്കിൽ വേറെ എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നേരെ നോക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നേരെ പോയത് പച്ചക്കറി മേടിക്കണം കേട്ടോ, സ്വീറ്റ് കോണൊക്കെ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നേരെ പോയത് ഫാൻസി ഷോപ്പിലോട്ടാണ്. മോൾക്കൊരു വളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. അപ്പോൾ ഈ ക്യാപ്പ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അവർ വെറുതെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കുട്ടികൾക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഫോട്ടോസൊക്കെ എന്തെങ്കിലും ആവശ്യമാകുമ്പോൾ എടുക്കാമെന്ന് വെച്ചിട്ട് ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ മുമ്പുള്ളത് കേട്ടോ ഇത് സാധനം. അപ്പോൾ അവർ സ്റ്റിച്ചിങ്ങിന് ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം മാറ്റിയിട്ട് വേറെ എടുത്തരാന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ക്രിസ്മസിൻ്റെ ക്യാപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെറുതെ നമുക്ക് ഇനി ക്രിസ്മസ് വരുമ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഒന്ന് എടുത്തതാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ ബസ് കയറാൻ വേണ്ടിയിട്ട് വീണ്ടും പോയിട്ടോ. അപ്പോൾ അങ്ങനെ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ബസ്സൊക്കെ കയറി നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ നല്ല മഴ ഉണ്ട്. അപ്പോൾ ബസ്സൊക്കെ കയറി ബസ്സൊക്കെ ടൗണിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഇനി വീട്ടിലോട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. കുഞ്ഞു വ്ളോഗായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.